വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹ വന്ദനം. നാസിക്കിൽ നിന്നും കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടി നിങ്ങളോടുകൂടെ ദൈവത്തിന്റെ വചനം മലയാളത്തിലും പങ്കുവയ്ക്കുവാൻ കർത്താവ് എനിക്ക് തന്ന ഈ ഭാഗ്യത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ, നിങ്ങൾ വീണ്ടും ജനിച്ചവരാണെങ്കിൽ, നിങ്ങളൊരു വലിയ കടക്കാരനാണ്. കടക്കാരൻ എന്നുള്ളത് നമുക്ക് കേൾക്കാൻ തന്നെ ഇഷ്ടമില്ലാത്തൊരു കാര്യമല്ലേ? അപ്പോൾ ഇന്ന് അനേക വിശുദ്ധന്മാർ, രക്ഷിക്കപ്പെട്ട അനേക ദൈവമക്കൾ, അവർക്ക് ബോധ്യമില്ലാത്തൊരു കാര്യമാണ് ഞാനൊരു കടക്കാരനാണെന്നുള്ള കാര്യം. നിങ്ങൾ കടക്കാരനാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കൊരു കടബാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിയുമോ? സ്വസ്ഥതയോടുകൂടി ജീവിക്കാൻ കഴിയുമോ? നിങ്ങൾ കടം എടുത്തിട്ടുണ്ടെങ്കിൽ, കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും കടം കൊടുത്തു തീർക്കുവാനായിട്ട് നിങ്ങൾ ഉത്സാഹിക്കുകയില്ലേ? നിശ്ചയമായിട്ടും ഒരു അഭിമാനിയായ മനുഷ്യനാണെങ്കിൽ അവർക്ക് കടം മേടിച്ചു കഴിഞ്ഞാൽ ഉറക്കം കൂടെ വരികയില്ല, അത് കൊടുത്തു തീർക്കുന്നവരെ. അപ്പോൾ ഇന്ന് രക്ഷിക്കപ്പെട്ട ദൈവമക്കളായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ഒരു വലിയ കടക്കാരത്തിയാണെന്നുള്ളത്. ഞാനിത് പറഞ്ഞപ്പോൾ കുറച്ചു പേർക്കെങ്കിലും കാര്യം മനസ്സിലായി കാണും, കുറച്ചൊക്കെ ഐഡിയ കിട്ടി കാണും. നിങ്ങളിത് വളരെ ഗൗരവമായിട്ട് കേൾക്കണേ. നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു വലിയ സന്തോഷത്തിലൊക്കെ ജീവിക്കാതിരിക്കാം. എന്നാൽ രക്ഷിക്കപ്പെട്ട നീ ഒരു വലിയ കടക്കാരനാണെന്നുള്ള കാര്യം നന്നായിട്ട് ഓർക്കണം. എന്നിട്ട് കടം കൊടുത്തു തീർക്കുവാൻ ഉത്സാഹിക്കണം. അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ വലിയൊരു ദോഷിയായിട്ട് ചെയ്യും, നമ്മൾ തെറ്റുകാരായിട്ട് മാറും. അങ്ങനെ വരാതിരിക്കട്ടെ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഭാഗം റോമാലേഖനം 1-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ പൗലോസ് പറയുന്ന ആ വാക്യങ്ങൾ നമ്മളെ വളരെ ഉണർത്തേണ്ട വാക്യങ്ങളാണ്. ഞാനത് മലയാളത്തിൽ വായിക്കാം. യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആവോളോ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന യവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. കണ്ടോ? അപ്പോൾ നമ്മൾ എന്തിന്റെ കടക്കാരാണ്? നമ്മൾ സുവിശേഷം അറിയിക്കുന്നതിന്റെ കടക്കാരാണ്. നമ്മൾ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ഒരു രീതിയിൽ പറഞ്ഞാൽ ചതിക്കുന്നു, വഞ്ചിക്കുന്നു. നമ്മുടെ എത്രയോ പ്രിയപ്പെട്ടവർ രക്ഷിക്കപ്പെടാത്തവരായിട്ടുണ്ട്. അവരിന്ന് മരിച്ചാൽ നിത്യ അഗ്നിയിലേക്ക് പോവുകയാണെന്ന് നമുക്കറിയാം. അപ്പോൾ അവരോട് ഈ സുവിശേഷം അറിയിക്കാനുള്ള കടപ്പാട് ആർക്കാണ്? രക്ഷിക്കപ്പെട്ടവർ ദൈവമായിരുന്നില്ല. നമുക്കറിയാം, പലരും നമ്മൾ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ അവരത് സന്തോഷത്തോടെ കൈക്കൊള്ളുവാനായിട്ട് ഒരുക്കമുള്ളവരല്ല. കാരണം അവര് പൈശാചിക ബന്ധനത്തിലാണ്. അവരെ ഈ ലോകത്തിന്റെ ദൈവം അവരുടെ മനസ്സിനെ കുരുടാക്കിയിരിക്കുന്നതുകൊണ്ട് അവർക്ക് ജീവിതയാത്രയെക്കുറിച്ച് അത്ര ബോധമില്ല. നിത്യതയെക്കുറിച്ചുള്ള ഒരു അറിവ് അവർക്കില്ല. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അവർക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവമായതിൽ അത് കൃത്യമായിട്ട് അറിയാം. കാരണം ദൈവം അവരെ ബുദ്ധിയെ തുറന്നു, ദൈവം അവർക്ക് നിത്യയുടെ കാഴ്ചപ്പാട് കൊടുത്തു, അവര് പാപമോചനം പ്രാപിച്ചു, അവർ വീണ്ടും ജനിച്ചു, അവർ ദൈവ വൈദ്യരായി തീർന്നു, ദൈവ കുടുംബത്തിലെ അംഗമായി തീർന്നു, അവർ ദൈവസഭയുടെ ഒരു അംഗമായി തീർന്നു, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഒരു അവയവമായി തീർന്നു. എല്ലാ നിലയിലും അവര് ബോധവാന്മാര്. നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ദൈവമക്കളെ, നമ്മൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാകുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഇന്ന് എത്രയോ പേര് രക്ഷിക്കപ്പെടാത്തവരുണ്ട്. അവരോട് സുവിശേഷം അറിയിക്കുവാൻ നമുക്ക് കടപ്പാടില്ലേ? നമ്മൾ ചിലപ്പോൾ അവരോട് അറിയിച്ചു കാണും,
ഇനിയും അവർ രക്ഷയിലേക്ക് വരുവാനായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പാടില്ലേ? അവരുടെ മുമ്പിൽ ഒരു സാക്ഷ്യപൂണ്ട ജീവിതം നയിക്കുവാൻ നമുക്ക് കടപ്പാടില്ലേ? അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ എത്രയോ പേർ ഇന്നും രക്ഷിക്കപ്പെടാത്തവരുണ്ട്. അവരോട് നമ്മൾ കടക്കാരാ. നമ്മുടെ ബന്ധുക്കളിൽ എത്രയോ പേർ രക്ഷിക്കപ്പെടാത്തവരുണ്ട്. അവരോട് നാം കടക്കാരാ. നമ്മുടെ സ്നേഹിതരിൽ എത്രയോ പേർ രക്ഷിക്കപ്പെടാത്തവരുണ്ട്. അവരോട് നമ്മൾ കടക്കാരാ. നമ്മുടെ ദേശത്ത് എത്രയോ പേർ രക്ഷിക്കപ്പെടാത്തവരുണ്ട്. അവരോട് നമ്മൾ കടക്കാരാ. ഇവരോടെല്ലാം കടക്കാരാണെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ കടം കൊടുത്തു തീർക്കുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം, അതിനുവേണ്ടിയുള്ള ഒരു വിശപ്പും ദാഹവും നമ്മളെ ഭരിക്കും. അപ്പോൾ ഇന്ന് അനേകം രക്ഷിക്കപ്പെട്ടവർക്കും ഞാൻ ഈ വിശേഷം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ഉത്തരവാദപ്പെട്ടവനാണെന്നുള്ള ആ ഒരു ബോധ്യം നമുക്കറിയാം. കർത്താവിൻ്റെ ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ആ ശ്രേഷ്ഠമായ നിയോഗം, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? കർത്താവ് തന്നെ ഉയർത്തെഴുന്നതിന് ശേഷം തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യമാണ്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പോയി എല്ലാ ജാതികളെയും ശിഷ്യരാക്കി അവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്ഥാനപ്പെടുത്തി ഞാൻ നിങ്ങളോട് ഉപദേശിച്ചെല്ലാം പ്രമാണിക്കാനായിട്ട് അവരെ പഠിപ്പിക്കണം. ഇത് നമുക്കുള്ള അതിശ്രേഷ്ഠമായ ഒരു നിയോഗമാണ്. ആർക്കാ? ശിഷ്യന്മാർക്ക്, രക്ഷിക്കപ്പെട്ടവർക്ക്, ദൈവമക്കൾക്ക്. അതേ കാര്യം മർക്കോസിലും പറയുന്നുണ്ട്. മർക്കോസ് 16:15-16 നിങ്ങൾ എല്ലാ ജാതികളോടും പോയി സുവിശേഷം പറയണം. വിശ്വസിക്കുകയും സ്ഥാനമേൽക്കുകയും ചെയ്യുന്ന രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവന് ശിക്ഷാവിധിയിലാകപ്പെടും. അപ്പോൾ എല്ലാവരോടും പറയണം. പറയുക എന്നുള്ളത് നമ്മുടെ വലിയൊരു കർത്തവ്യമാണ്. നമ്മളത് പറയുന്നുണ്ടോ? നമ്മളിത് വളരെ ആത്മഭാരത്തോടെ ഈ സത്യം നമ്മൾ അറിയിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ഒരേ ഒരു സുവിശേഷം ഈ ലോകത്തിന്റെ ജീവജലമാണ്. അപ്പോൾ ഇത് കൊടുക്കുവാൻ നമ്മൾ എത്രമാത്രം ഉത്സുകരായിരിക്കണം. നമ്മൾ ചിന്തിക്കണം, നമുക്കത് കൊടുക്കാൻ കഴിയുന്നുണ്ടോ? രക്ഷിക്കപ്പെട്ട എല്ലാവരിലേക്കും ദൈവം തന്റെ ആത്മാവിനെ പകർന്നിരിക്കുന്നു. എന്തിനാ പ്രിയമുള്ളവരെ ദൈവം നമുക്ക് ആത്മാവിനെ തന്നേ? കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത് ഓർക്കുന്നില്ലേ? അപ്പോസ്തലപ്രവൃത്തി 1:8 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പേര് വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. അപ്പോൾ നിങ്ങൾ യെരൂശലേമിലും യഹൂദിയായാലും ശമരിയായാലും ലോകത്തെമ്പാടും എന്റെ സാക്ഷിയാകും. എത്ര വിലപ്പെട്ട കാര്യമാണ്! എത്ര വിലപ്പെട്ട കാര്യമാണ്! അപ്പോൾ കർത്താവിന്റെ സാക്ഷിയാകുവാൻ വേണ്ടിയല്ലേ ദൈവം നമുക്ക് ആത്മാവിനെ തന്നെ. എന്നാൽ നമ്മൾ കർത്താവിന്റെ സാക്ഷ്യം വഹിക്കാറുണ്ടോ? മറ്റുള്ളവരോട് നമ്മൾ ദൈവത്തിന്റെ വചനം പങ്കുവയ്ക്കാറുണ്ടോ? നമ്മളെ ചിന്തിക്കണം. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന സമയം, നമുക്ക് ലഭിച്ച രക്ഷയുടെ സന്തോഷം, അത് നമ്മളെ ഭരിക്കുന്നുണ്ടെങ്കിൽ, ഞാനൊരു കടക്കാരനാണെന്നുള്ള ബോധം നമ്മളെ ഭരിക്കുന്നുണ്ടെങ്കിൽ, നിശ്ചയമായും മറ്റുള്ളവരോട് നമ്മൾ ഓടി നടന്ന് സുവിശേഷം പറയും. ഇന്ന് ഈ വിശ്വാസികൾ എന്നൊക്കെ പറയുന്ന അനേകർക്കും ഒരു രക്ഷാനുഭവം ഇല്ല. രക്ഷയുടെ സന്തോഷം അവരെ ഭരിക്കുന്നില്ല. അതാ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് അനേകരും വിശ്വാസിയാണെന്ന് പറഞ്ഞ് കൂട്ടായ്മയ്ക്ക് പോവുക, വരിക, അവിടെ പറയുന്നതെല്ലാം കേൾക്കുക, അതൊന്നും പ്രായോഗികമായിട്ട് ജീവിതത്തിൽ ആക്കി തീർക്കണമെന്നുള്ള ഉത്തരവാദിത്വം പോലും പലരും ഏറ്റെടുക്കാറില്ല. അല്ലെ, നമ്മള് സാധാരണ ആൾക്കാർ പറയുന്നത് ഞങ്ങൾ പള്ളി കുർബാന കാണാൻ പോവാ എന്നൊക്കെ പറഞ്ഞല്ലേ കാണാൻ പോവാന്ന്. അപ്പം ഇന്നും അനേകം വിശ്വാസികളുടെയും ജീവിതം ഏകദേശം ആ നിലവാരത്തിലേക്കാണ്. അവര് സമയത്ത് പോയിട്ട് കേട്ട് പോന്നു. എന്നാൽ അവരുടെ ജീവിതത്തിൽ കേട്ട വചനങ്ങൾക്ക് പോലും യാതൊരു വിധത്തിലും പ്രവർത്തിക്കാനുള്ള ഒരു അവസരം കൊടുക്കാറില്ല. അപ്പം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ ദൈവവചനത്തിൽ പറയുന്ന പ്രകാരം ഇന്ന് നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ കർത്താവിന്റെ ഒരു സാക്ഷ്യമുള്ള ജീവിതമാണോ? ഇന്ന് അനേകരും സാക്ഷ്യം പറയാനായിട്ട് കഴിയാത്തവർക്ക് സാക്ഷ്യം ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മളത് മനസ്സിലാക്കണം ദൈവമക്കളെ. നമ്മൾ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാവുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതായി തീർന്നിരിക്കുന്നു. അതല്ലേ
നമ്മൾക്ക് വീട്ടിൽ, നമ്മുടെ ഭവനത്തിൽ നമുക്കൊരു സാക്ഷ്യം ഉണ്ടായിരിക്കണം. എൻ്റെ സഹോദരങ്ങളൊക്കെ എപ്പോഴും പറയും, ടോമി രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് ഞങ്ങൾ സമ്മതിക്കുന്നു. ടോമിയുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ഭവനത്തിൽ നമുക്കൊരു സാക്ഷ്യമുണ്ടോ? എൻ്റെ സഹോദരങ്ങളെല്ലാം ഞാൻ വചനം പറയുമ്പോൾ കേൾക്കും. എതിർപ്പുകളുണ്ടെന്ന് പറഞ്ഞാലും എൻ്റെ ജീവിതത്തിലുള്ള സാക്ഷ്യ നിമിത്തം അവർക്കത് കേൾക്കേണ്ടി വരികയാണ്. അവരതിൽ നിർബന്ധിതരാകുകയാണ്. അപ്പോൾ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ഞാൻ പലപ്പോഴും അവരോട് വചനം പറയുമ്പോൾ ഞാൻ ഹൃദയം നുറുങ്ങിയാണ് പറയുന്നത്. കാരണം അവരും രക്ഷിക്കപ്പെട്ട് ഈ രക്ഷാനുഭവത്തിൽ കടന്നു വരണം എന്നുള്ള വലിയ ആഗ്രഹത്തിലാണ്. ദേശത്തോട് ഞാൻ സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്ക് വളരെ അല്പകാലം മാത്രമേ ഉള്ളൂ ദേശത്തൊക്കെ പോയി, നാട്ടിൽ പോയി അല്ലെങ്കിൽ കേരളത്തിൽ വന്ന് സുവിശേഷം അറിയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഞാൻ അവധിക്ക് വരുമ്പോൾ ഒരു ദിവസം പോലും എനിക്ക് വീട്ടിൽ തന്നെ പലപ്പോഴും പറഞ്ഞുകൊണ്ട്, നീ അവധിക്ക് വന്നാലേ ഒരു അല്പം നീ ഒന്ന് വിശ്രമിക്കുക, ഒരു ഇച്ചിരി റെസ്റ്റൊക്കെ എടുക്കുക. നമ്മൾ വിശ്രമിക്കുന്നത് അക്കരെ നാട്ടിൽ ചെന്നിട്ട്. ഇവിടെ നമുക്ക് വിശ്രമം വേണ്ട. ഇവിടെ നമുക്ക് വിശ്രമിക്കാനുള്ള കാര്യമല്ല. ഇവിടെ നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യ നിർവഹണം, അതാണ് നമ്മുടെ കാര്യം. നമ്മൾ ഏത് സമയവും കർത്താവിന് വേണ്ടി, കർത്താവിന്റെ ആ കടക്കാരൻ എന്നുള്ള ആ ബോധ്യം, അത് വളരെ വിലപ്പെട്ട കാര്യമാണ്. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സാക്ഷ്യമുണ്ടോ? എന്നെ ഇന്നിപ്പോൾ നാട്ടിലുള്ളവർക്കൊക്കെ എന്നെ ഇപ്പം അറിയില്ല, കാരണം എത്രയോ വർഷങ്ങളായി. എന്നാൽ നമ്മൾ മുഖാന്തരം രക്ഷിക്കപ്പെട്ട അനേകർ നാട്ടിലുണ്ട്. ഇന്നവരിൽ പലരും കർത്താവിന്റെ വേല ചെയ്യുന്നുണ്ട്. അവരെയൊക്കെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇപ്പൊ ഇത് കേൾക്കുന്നവരിലും കാണുന്നവരിലും ഒക്കെ പലരും ഞാൻ കർത്താവ് എന്നിലൂടെ സുവിശേഷം അറിയിച്ചു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ സഭയോട് പറയുമ്പോഴത്തേക്കും, നിങ്ങൾക്ക് അനേക ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല, ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ വീണ്ടും ജനിപ്പിച്ചതെന്ന് 1 കൊരിന്ത്യർ 4:15 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അനേകര് അല്പകാലം കൊണ്ടാണെങ്കിലും കേരളത്തില് വേട്ടുംപാറ, മുട്ടിച്ചിറ, കടുത്തുരുത്തി, തലയോലപ്പറമ്പ്, അങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് അനേകര് കർത്താവിലേക്ക് വായിത്തിരുവാൻ ഇടയായിട്ടുണ്ട്. മറ്റിത് കൂടാതെ തന്നെ അനേക ഇടങ്ങളിൽ പോകുമ്പോൾ അവരോടെല്ലാം വചനം പറയുവാൻ ദൈവത്തിന്റെ കൃപയാൽ ഇടയായിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന സാരം, ഞാനൊരു കടക്കാരനാകുന്നു എന്നുള്ളതാണ്. അല്ലേ, എന്നെ പരിചയമുള്ള എത്രയോ പേര് ഇത് കേൾക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഇതുവരെയും നമ്മുടെ ഉത്സാഹത്തിൽ യാതൊരു കുറവുമില്ല. കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യം നിർവഹിക്കുന്നതിൽ ഇന്നും ഈ 64 വയസ്സ് കഴിഞ്ഞിട്ടും ഇപ്പോൾ 65 റണ്ണിങ്, അടുത്ത ഫെബ്രുവരി ആകുമ്പോൾ 65 കംപ്ലീറ്റ് ആവും. അത് ഒഫീഷ്യലി. എന്നാൽ ഒറിജിനലി അടുത്ത ജൂലൈ 27 ആകുമ്പോൾ 65 വയസ്സും ആവും. കർത്താവിന്റെ കൃപ. നമുക്ക് വയസ്സല്ല പ്രധാനം. എന്നാൽ നമുക്ക് ലഭിച്ച സമയങ്ങൾ നഷ്ടമാക്കാതെ കർത്താവിന് വേണ്ടി എരിവോടെ നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാനിവിടെ പറഞ്ഞു വന്ന വിഷയം, ഞാൻ കടക്കാരനാവുന്നു. ഇവിടെ പൗലോസ്, അപ്പോൾ നമുക്കറിയാം ക്രൂശിന്റെ വചനം അല്ലെ, ഈ വചനത്തിനാണ് നമ്മൾ 1 കൊരിന്ത്യർ 1:18 വായിക്കുന്നുണ്ട്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, എന്നാൽ രക്ഷിക്കപ്പെടുന്നവർക്കത് ദൈവശക്തിയാണ്. രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയാണ്. അതായത് ഇവിടെ റോമാലേഖനത്തിലും 1:16 അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാവുന്നു. ഈ സുവിശേഷം രക്ഷയ്ക്കായി ദൈവശക്തിയാവുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഈ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ മറ്റുള്ളവർ രക്ഷിക്കപ്പെടുകയില്ല. ആരറിയിക്കും? രക്ഷിക്കപ്പെട്ടവർ. അതല്ലേ നിയോഗം, അതല്ലേ ദൈവത്തിന്റെ ഏറ്റവും വലിയ നിയോഗം. പ്രിയമുള്ളവരെ, നമ്മൾ ഈ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ ബാക്കിയുള്ളവർ എങ്ങനെ സുവിശേഷം കേൾക്കും? മറ്റുള്ളവർ എങ്ങനെ രക്ഷിക്കപ്പെടും? അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ സുവിശേഷം ഇവിടെ താൻ പറയുന്ന ഇവിടെ 3 കാര്യങ്ങളാണ് എടുത്തു പറയുന്നത്. അതിന്റെ അവിടെ താൻ പറയുന്നത്, ഞാൻ പറയുന്നത് റോമാലേഖനം അതിന്റെ 1-ാം അധ്യായം 14, 15, 16 വാക്യങ്ങളിലാണ്. അപ്പൊ അവിടെ പറയുന്നത് 14-ാം വാക്യം പറയുന്നു, ഞാൻ സുവിശേഷ വേലയിൽ കടക്കാരനാകുന്നു. കണ്ടോ, ഞാൻ കടക്കാരനാകുന്നു.
15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്നാൽ അവളും ആ കടം കൊടുത്തു വീട്ടുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. നിങ്ങളത് മനസ്സിലാക്കണേ. 3-ാമതായി പറയുന്നത്, അത് അറിയിക്കുന്നതിൽ ഞാൻ ലജ്ജിക്കുന്നില്ല. അതറിയിക്കുന്നതിൽ ഞാൻ ലജ്ജിക്കുന്നില്ല. അപ്പോ ഇവിടെ സുവിശേഷീകരണത്തെ കുറിച്ച് പൗലോസിനുണ്ടായിരുന്ന കാഴ്ചപ്പാട് ഈ നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന സകല വിശുദ്ധന്മാർക്കും ഉണ്ടായെങ്കിൽ എത്ര നല്ലതായിരുന്നു. ഇന്ന് ഈ ഒരു കാഴ്ചപ്പാട് എല്ലാവർക്കും ഉണ്ടെങ്കിൽ എത്ര നല്ലതായിരുന്നു. ഞാൻ ചിന്തിക്കുക, ഞാൻ ഒരു 3-4 വർഷങ്ങൾ രക്ഷിക്കപ്പെട്ട ആ കാലം മുതൽ 3-4 വർഷങ്ങളേ ഉള്ളൂ. ഈ 2 മാസം അവധി കിട്ടുന്ന സമയത്തൊക്കെ നാട്ടിൽ വന്ന് പ്രവർത്തിക്കാനിടയായി. വളരെ ആത്മാക്കളെ കർത്താവ് നിശ്ചയമായും അന്ധകാരത്തിൽ നിന്ന് രക്ഷിച്ചു. അപ്പോൾ അതിനുശേഷം ഞാൻ ആയിരിക്കുന്ന ആ സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിക്കുവാനായിട്ട് കർത്താവ് ശക്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് പിന്നെ ലഭിക്കുന്ന അവധികളെല്ലാം ആ പ്രദേശത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കാനിടയായി. അവിടെയെല്ലാം അനേകരെ കർത്താവ് രക്ഷിച്ചു, അനേകരെ നേടുവാൻ കർത്താവ് കൃപ ചെയ്തു. അപ്പോൾ എനിക്കിതിവിടെ പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ നമുക്കിതുപോലെ പറയാൻ കഴിയുമോ? ഞാനൊരു കടക്കാരനാണ്, സുവിശേഷ വേലയിൽ ഞാൻ കടക്കാരനാണ്. എനിക്ക് ചുറ്റുപാടുമുള്ള അനേകർ ഈ രക്ഷിതാവിനെ അറിയാതെ നശിച്ചുകൊണ്ടിരിക്കുക. അവരോട് സുവിശേഷം പറയുക എന്നുള്ളത് എൻ്റെ വലിയൊരു കടമാണ്, എൻ്റെ ഒരു കടപ്പാടല്ല, എൻ്റെ കടമാണ്. ഞാൻ അവർക്ക് കടപ്പെട്ടിരിക്കുന്നു. ഞാനൊരു കടക്കാരനാണ്, അത് കൊടുത്തു തീർക്കണം എന്നുള്ള ഒരു വലിയ ഒരു ആത്മദാഹം നമുക്കുണ്ടോ? ഇത് വളരെ അനിവാര്യമായ കാര്യമാണ്. ഞങ്ങളിപ്പോൾ ആയിരിക്കുന്ന നാസിക്കിൽ ഞങ്ങൾ ഡോർ ടു ഡോർ ഓരോ വീടുകളിലും ചെന്ന് മുട്ടി ഈ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുക. പ്രവർത്തനങ്ങൾക്കൊന്നും യാതൊരു വിഘ്നവുമില്ലാതെ നടന്നുകൊണ്ടിരിക്കുക. എന്നോട് കൂടെയുള്ള എല്ലാ വിശുദ്ധന്മാരും ഓരോരുത്തരും ഓരോ ഇവാഞ്ചലിസ്റ്റ് സുവിശേഷകന്മാര്, സഹോദരനും സഹോദരിയും എല്ലാവരും സുവിശേഷം അറിയിക്കാൻ പോകും. എല്ലാവരും ദേശത്തോട് ഇങ്ങനെ വചനം അറിയിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ മനസ്സിലാക്കണം, ഞങ്ങളായിരിക്കുന്ന ഈ നാസിക്കില് ഇപ്പോഴത്തെ കണക്കും പ്രകാരം ഏകദേശം 28 ലക്ഷം ആൾക്കാരാണ്. അപ്പോൾ ഇവരോടെല്ലാവരോടും പോയി വചനം പറയുവാനായിട്ട് നമുക്ക് എത്രമാത്രം സമയം വേണം നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ലഭിക്കുന്ന സമയങ്ങളൊന്നും നഷ്ടമാക്കാതെ അത് തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, ഞാനൊരു കടക്കാരനാകുന്നു, ഞാൻ ഒരുങ്ങിയിരിക്കുന്നു, എനിക്കിത് പറയുവാൻ ലജ്ജയില്ല എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയുമോ? നമുക്ക് ആ ഒരു എരിവോട് കൂടി കർത്താവിന് വേണ്ടി അധ്വാനിപ്പാൻ കഴിയുന്നുണ്ടോ? അത് കഴിയണം പ്രിയമുള്ളവരെ. അത് കഴിഞ്ഞില്ല എങ്കിൽ ദൈവഹൃദയത്തിന് നമ്മളെക്കുറിച്ച് എത്ര ദുഃഖമായിരിക്കും. നമുക്കറിയാം, ഒരു കാട്ടിൽ എവിടെയെങ്കിലും ഒരു ചെറിയ തീ പിടിച്ചാൽ ആ കാട് എത്രയോ പെട്ടെന്നാണ് അത് മുഴുവൻ കത്തി കത്തി കത്തി. നമ്മൾക്ക് ഇപ്പോൾ കാലിഫോർണിയയിലും അവിടെ ഇവിടെയൊക്കെ നടക്കുന്ന തീപിടുത്തത്തെ കുറിച്ച് നമ്മൾ കേൾക്കുന്നില്ലേ? നമ്മൾ ചിന്തിക്കണം, എത്ര വേഗം വേഗം അത് പടരുകയാണ്. അല്ല, ഒരു പകർച്ചവ്യാധി ഉണ്ടാവുന്നു. ആ പകർച്ചവ്യാധി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ദേശം അതിങ്ങനെ വർദ്ധിച്ച് ഇപ്പോൾ കൊറോണ വന്നു. ഒരു ചെറിയൊരു വൈറസാ, പക്ഷേ അത് 198 ദേശങ്ങളെ ഗ്രസിച്ചില്ലേ? എത്ര ഭയങ്കരമായിട്ടാണ് അത് പടർന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ അതിനേക്കാൾ എത്രയോ ശക്തമായിട്ട് ദൈവത്തിന്റെ വചനം പരത്തുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമുക്ക് കടപ്പാടുണ്ട്, നമുക്ക് കടമില്ലേ? ആദിമ നൂറ്റാണ്ടിലെ ദൈവസഭ ആ കാര്യത്തിൽ വളരെ ഉത്സുകരായിരുന്നു. അവരത് വളരെ ആത്മാർത്ഥതയോട് ചെയ്തു. ഞാൻ അതിനെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോൾ വചനം ധരിക്കുന്ന എന്തുവാ, അത് TV-യിലൂടെ പ്രോഗ്രാമുണ്ട്, അല്ലെങ്കിൽ യൂട്യൂബിലൂടെ പ്രോഗ്രാമുണ്ട്, അതൊക്കെ മതി എന്നൊക്കെയുള്ള ചിന്താഗതിയാണ്. അങ്ങനെയല്ല ദൈവമക്കളെ. നമുക്ക് ഓരോരുത്തർക്കും കൃത്യമായ ദൈവത്തിന്റെ നിയോഗം ഉണ്ട്, നമ്മളത് ചെയ്യണം. അതിലൂടെയാണ് കർത്താവ് തന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സുവിശേഷം അനുസരിക്കാത്തവർ എങ്ങോട്ട് പോകുന്നു? അവർ നിത്യനാശം കൊയ്യുമെന്ന് നമ്മൾ ചിന്തിക്കണം. ഇത് അറിയിക്കുക എന്നുള്ളത് നമ്മുടെ കടപ്പാടാണ്. അപ്പോൾ അറിയിച്ചിട്ട് വിശ്വസിച്ചില്ലെങ്കിൽ അവർക്ക് വരാൻ പോകുന്നതും എത്ര ഭയങ്കരമായ അവസ്ഥയാണ്.
ഏതായാലും അങ്ങനെ കേൾക്കുന്നവർക്ക് ആർക്കും അങ്ങനെ വരാതിരിക്കട്ടെ. അവരെല്ലാം രക്ഷിക്കപ്പെട്ട് ദൈവരാജ്യത്തിന്റെ അംഗങ്ങളായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. എന്നാൽ ആദിമ നൂറ്റാണ്ടിലുണ്ടായ അനുഭവത്തെക്കുറിച്ച് ഒരു ചെറിയതായിട്ടൊരു ചെറിയ കാര്യങ്ങൾ അപ്പോസ്തല പ്രവൃത്തിയിലെ അതിൻ്റെ ചില വാക്യങ്ങൾ, ഒരു 4-5 വാക്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. ദൈവവചനം പരന്നു. ആ വാക്യം ശ്രദ്ധിക്കണേ. ദൈവവചനം പരന്നു. യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. അപ്പോൾ ദൈവവചനം പരന്നു. അപ്പൊ ഇന്ന് ദൈവവചനം പരക്കുന്നുണ്ടോ? ദൈവവചനം പരക്കണം പ്രിയമുള്ളവരെ. നമ്മളൊരു സ്ഥലത്തായിരിക്കുമ്പോൾ അവിടെയെല്ലാം ദൈവവചനം പരക്കണം. അപ്പോൾ തീ വരുന്നു, അല്ലെങ്കിൽ ഒരു വ്യാധി വരുന്നു, അതിലൊക്കെ എത്രയോ അത്ഭുതാവഹമായിരിക്കുന്ന ഒരു പ്രവൃത്തിയായിരിക്കണം ദൈവവചനം പരക്കുക. ദൈവവചനം പരന്നു. നമുക്കറിയാം, യെരുശലേമിലെ ദൈവസഭയ്ക്ക് വളരെ പീഡകൾ ഉണ്ടായപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് നമുക്കറിയാം. എതിർപ്പും പീഡയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കുന്നു? അവിടെ ശുശ്രൂഷകൾ അല്ലെങ്കിൽ വചനം പറയുന്നതിനെ ആൾക്കാർ നിർത്തിവെക്കും. എന്നാൽ ആദിമസഭ അങ്ങനെ അല്ലായിരുന്നു. നമ്മളതിന്റെ 8-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചും കൊണ്ട് അവിടെ സഞ്ചരിച്ചു. നോക്കണം. അപ്പോൾ അവരെന്ത് ചെയ്തു? ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചു. മറ്റുള്ളവർക്കെല്ലാം അവർ വചനം പങ്കുവെച്ചുകൊണ്ട് അഭിക്കൊണ്ടിരുന്നേ. എത്ര അനുഗ്രഹീതമായ കാര്യമാണ്. ഞാൻ ഓർക്കുക, ഞാൻ 91-92 കാലയളവിൽ ഡെപ്യൂട്ടേഷനിൽ സൗത്ത് ആഫ്രിക്ക, മൊസാംബിക്കിൽ പോയപ്പോൾ എനിക്ക് അവിടെയുള്ള ജനത്തോട് സുവിശേഷം അറിയിക്കുവാനായിട്ട് അവിടുത്തെ ഭാഷ എനിക്ക് അറിഞ്ഞുകൂടാ. ശങ്കാന ഭാഷ. ചിലർ പോർട്ടുഗീസ് ഭാഷയിൽ സംസാരിക്കും. എനിക്ക് പോർട്ടുഗീസും അറിയത്തില്ല, ശങ്കാനയും അറിയത്തില്ല. ഞാൻ അവിടെ ഒരു ചർച്ചിൽ പോയി അവരുടെ ഭാഷയിലുള്ള ശങ്കാന ഭാഷയിലും പോർട്ടുഗീസ് ഭാഷയിലുമുള്ള ട്രാക്റ്റുകൾ കെട്ടുകെട്ടായിട്ടെടുത്തു, സഞ്ചികൾ നിറച്ചു. എന്നിട്ട് ഞാൻ അതിലൂടെ നടന്ന്, എന്നിട്ട് അവിടുന്ന് ഞാനൊരു ഫുൾ ബൈബിളും മേടിച്ചു അവിടുന്ന്. എന്നിട്ട് ഞാൻ ആൾക്കാരോടെല്ലാം ഇത് കൊടുത്തുകൊണ്ട് അവിടെ മപ്പുട്ടോ എന്ന് പറയുന്ന വലിയ നഗരമാണ്, ബോംബെ പോലെയുള്ള വലിയ നഗരമാണ്. അവിടെ ബീച്ചിലെല്ലാം പോയി അനേകര് വന്ന് കൂടുന്ന സ്ഥലത്ത് പോയി ട്രാക്റ്റുകൾ കൊടുത്ത് അവിടെ കൂടിയിരിക്കുന്ന ജനത്തോട് അവരുടെ കയ്യിൽ ഞാൻ അവരുടെ ഭാഷയിലുള്ള ഈ ശങ്കാന ഭാഷയുള്ള ബൈബിൾ കൊടുത്തിട്ട് ഞാൻ വചനങ്ങൾ പറഞ്ഞെടുപ്പിച്ച് അവരെ കൊണ്ട് വായിപ്പിച്ചു. അവരെ വായിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് വലിയൊരു അതിശയമായിരുന്നു. അവരോട് പറയേണ്ടതെല്ലാം ഞാൻ ആ വചനത്തിലൂടെ അവരോട് പറയാനറിയായി. ഞാൻ പറയുന്നതിന് സാരം ലഭിച്ച അവസരം നഷ്ടമാക്കിയില്ല പ്രിയമുള്ളവരെ. എനിക്കന്ന് ഇന്ത്യ ഗവൺമെന്റ് ത്രൂ അങ്ങനെ പോകാനിടയായി. എന്നാൽ അത് മാത്രമല്ല, അന്ന് അവിടെ ആ ഫംഗ്ഷനിൽ സംബന്ധിച്ചിരുന്ന അനേക ദേശക്കാരായവരോടും വചനം പറയുവാനായിട്ടിടയായി. ഞാൻ പറയട്ടെ, നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ, അവസരങ്ങൾ, ഇതൊക്കെ നമ്മൾ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ? അതാ വലിയ കാര്യം. അപ്പോൾ അവിടെയും ലഭിച്ച സമയം എന്നോട് കൂടെ ഉണ്ടായിരുന്ന ഇന്ത്യക്കാരായിരിക്കുന്ന പട്ടാളക്കാരോടും അതിലും എല്ലാവരോടും നമുക്ക് ഈ സുവിശേഷം പങ്കുവയ്ക്കാൻ കഴിഞ്ഞു. എന്നാൽ അതിൽ ചിലരൊക്കെ രക്ഷിക്കപ്പെട്ട് ഇന്ന് അതിൽ ചിലരെങ്കിലും എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു ജോൺസൺ സാറുണ്ട്. അദ്ദേഹം ഇന്ന് സുവിശേഷ വേലയിലാണ്. മറ്റു പലരും കാണാം. ഞാൻ എല്ലാവർക്കും എനിക്ക് പിന്നീട് ബന്ധപ്പെടാനൊന്നും കഴിഞ്ഞില്ല. ആ സമയത്ത് നമുക്ക് മൊബൈലോ അങ്ങനെയുള്ള കാര്യങ്ങളോ ബന്ധപ്പെടലൊന്നും ഇല്ലായിരുന്നുകൊണ്ട് അത് കഴിഞ്ഞില്ല. എങ്കിലും പലരും അവിടെ രക്ഷിക്കപ്പെടുവാനും അവിടെ സ്നാനപ്പെടുവാനും ഒക്കെ കർത്താവ് സഹായിച്ചു. അപ്പോൾ അതെല്ലാം എൻ്റെ ഓർമ്മയിൽ അവരുടെ ചില ഫോട്ടോകളൊക്കെ എടുത്ത് ഞാൻ കാണാറുണ്ട്. അപ്പോൾ അവരേക്ക് ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന സാരം, നമ്മൾ ഈ വചനം പങ്കുവെക്കണം. എവിടെ പോയാലും പങ്കുവെക്കണം. അവിടെയുള്ള ജനത്തോട് നമ്മൾ കടക്കാരാകുക. നമുക്ക് എങ്ങനെയാ കടം കൊടുത്തു തീർക്കാൻ കഴിയും? നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ കർത്താവിന്റെ സാക്ഷിയാകുന്നതിലൂടെയാണ്.
നമ്മൾ ദൈവത്തിന്റെ ആത്മാവിന് വിധേയപ്പെടുമ്പോൾ ആ ആത്മാവ് നമ്മളിലൂടെ ആ പ്രവൃത്തി ചെയ്യും. അത് വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ്. വീണ്ടും നമ്മൾ തിരുവചനത്തിൽ അനേകടകൾ കാണുന്നുണ്ട്. ഞാൻ അതിന്റെ 12-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം ഞാൻ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 12:24. എന്നാൽ ദൈവവചനം മേൽക്ക് മേൽ പരന്നുകൊണ്ടിരുന്നു. ആദിമ സമയത്തെ കാര്യമാണ്. അപ്പോൾ ദൈവവചനം മേൽക്ക് മേൽ പരന്നുകൊണ്ടിരുന്നു, വ്യാപിച്ചുകൊണ്ടിരുന്നു. അതിന്റെ പ്രചരണം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഇനിയും നമ്മൾ അതിന്റെ 13-ാം അധ്യായത്തിന്റെ 49-ാം വാക്യം വായിക്കുമ്പോൾ അവിടെയും വായിക്കുന്നത് കർത്താവിന്റെ വചനം ആ നാട്ടിൽ എങ്ങും വ്യാപിച്ചു. കർത്താവിന്റെ വചനം ആ നാട്ടിൽ എങ്ങും വ്യാപിച്ചു. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ഞാൻ നാട്ടിൽ വരുമ്പോൾ മേട്ടുപ്പാറയും മുട്ടുചിറയും കടുത്തിരുത്തിയും അവിടെയെല്ലാം ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് വ്യാപിക്കാൻ എനിക്കൊരു നല്ലൊരു അച്ചായനുണ്ടായിരുന്നു. ആത്മഭാരമുള്ള സുവിശേഷത്തിന്റെ ആത്മാവുള്ള കർത്താവിന് ബഹുമാനം കൊടുക്കുന്ന ഒരു അച്ചായൻ, പാപ്പച്ചായൻ എന്ന് പറയും. താൻ ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് വിശ്രമിക്കുക. നല്ല ഓട്ടം ഓടിയ അതുപോലെ ആത്മദാഹമുള്ള ഒരു വ്യക്തിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ല. ഒട്ടും സമയം കളയാതെ അധ്യത്വാനം, തന്റെ വലിയ പ്രായാധിക്യത്തിൽ പോലും താൻ അടങ്ങിയിരിക്കാതെ ഓടി നടന്ന് സുവിശേഷം പറഞ്ഞ വാസ്തവത്തിൽ എങ്ങനെയും ഒരു ആത്മാവിനെ നേടണമെന്നുള്ള ഭയങ്കരമായിരിക്കുന്ന ആഗ്രഹം വളരെ വളരെ ആ ഒരു ആയുസ് താൻ നഷ്ടമാക്കിയില്ല. കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി അധ്വാനിച്ചു ഓടി. പൗലോസ് പറയുന്ന പോലെ നല്ല ഓട്ടം ഓടി. അങ്ങനെയുള്ള അനേകർ RMSലുള്ള ഒരു തമ്പിച്ചാനുണ്ടായിരുന്നു, കൊതവറയുള്ള ഒരു സേവ്യർ സഹോദരനുണ്ടായിരുന്നു. വളരെ കർത്താവിന് വേണ്ടി വളരെ ശക്തമായിട്ട് തീഷ്ണതയോടുകൂടി നിന്ന് ഓടി നടന്ന് എല്ലാവരെയും നേടണം, ആത്മാക്കളെ നേടണം എന്നുള്ള വലിയ ആത്മഭാരമുള്ള. അതുപോലെ തന്നെ ഓലോക്കോസിന്റെ സഹോദരൻ ഒരു സേഫ് സഹോദരൻ ഉണ്ടായിരുന്നു, ഒരു ജോയി സഹോദരൻ ഉണ്ടായിരുന്നു, ജോയി പാമ്പാടി. വളരെ അദ്ദേഹമൊക്കെ ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നു. അവർ രണ്ടുപേരും ഞാൻ ചിന്തിക്കുക, അവർക്ക് വളരെ എരിവോടുകൂടി തീഷ്ണമായിട്ട് ആത്മാക്കളെ നേടാനുള്ള വലിയ ഭാരത്തോടുകൂടി ഓടി ഓട്ടം തികച്ച് ആക്രമണത്തിൽ എത്തിക്കഴിഞ്ഞു. അവരുടെയൊക്കെ ജീവിതം വളരെ പ്രോത്സാഹനജനകമായിരുന്നു. അവരുടെ കൂടെയൊക്കെ അനേകയിടങ്ങളിൽ പരസ്യയോഗങ്ങളിൽ കർത്താവിന്റെ സാക്ഷ്യം വഹിപ്പാനും ഭവനങ്ങൾ തോറും കയറി ഇറങ്ങി കർത്താവിന്റെ സാക്ഷിയാകുവാനൊക്കെ എനിക്ക് ധാരാളം അവസരം ലഭിച്ചിട്ടുണ്ട്. ലഭിക്കുന്ന സമയങ്ങളൊക്കെ ഇവരോടെല്ലാവരുടെയും കൂടെ വളരെ പ്രവർത്തിക്കാനായിട്ട് കർത്താവ് സഹായിച്ചിട്ടുണ്ട്. അവരെയൊക്കെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന് നിദ്ര പ്രാപിച്ചിരിക്കുന്ന വിശുദ്ധന്മാരെയൊക്കെ ഓർത്ത് കർത്താവിന് മഹത്വം കരുതുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഒരേ ഒരു ആയുസ എനിക്ക് പറയാനുള്ളത്, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സമയം നമ്മുടെ കടം വീട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കണേ. പിന്നീട് നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഇന്ന് ഞാനൊരു കടക്കാരനാണ്. എന്റെ പ്രിയപ്പെട്ടവരുടെ അനേകരും ഇന്നും ഈ രക്ഷയുടെ അനുഭവത്തിലല്ല. അവരെ എനിക്ക് കർത്താവിനായിട്ട് നേടണം, അവരോട് ഈ സുവിശേഷം പറയണം. അങ്ങനെയൊരു വലിയ ഭാരം അത് നമ്മളെ ഭരിക്കണം. വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട് അതിന്റെ 19:20 അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 20-ാം വാക്യം. ഇങ്ങനെ കർത്താവിന്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു. ആ പ്രയോഗമൊക്കെ എത്ര നല്ലതല്ലേ. ഇങ്ങനെ കർത്താവിന്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു. പരന്നെന്നുള്ളതായിരുന്നു ഞാൻ മുഖ്യമായിട്ട് ഉദ്ദേശിച്ചത്. വചനം പരന്നു, അത് പ്രബലപ്പെട്ടു. എവിടെയെല്ലാം ദൈവത്തിന്റെ വചനം എത്തുന്നുണ്ടോ എത്രമാത്രം ഇരുട്ടിൽ ജീവിക്കുന്നവർക്കും അതൊരു പ്രകാശമായി മാറുകയാണ്. വളരെ വിലപ്പെട്ട കാര്യമല്ലേ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ച ഏറ്റവും വലിയ കാര്യം, നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമായി അതിലൂടെ നമ്മൾ രക്ഷിക്കപ്പെട്ടു, വീട്ടിൽ ജനിച്ചുവെങ്കിൽ നമ്മൾ കടക്കാരാണ്. അത് നമ്മൾ കടം വീട്ടിയേ പറ്റൂ. അതുകൊണ്ട് എല്ലാ ദൈവമക്കളോടും ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രോത്സാഹനം, നിങ്ങളിലൂടെ നിങ്ങൾ ഈ വർഷം എത്ര പേരുടെ സുവിശേഷം പറഞ്ഞു? പ്രിയമുള്ളവരെ, നമ്മൾ പറയുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യം. അത് കർത്താവിന്റെ കൽപ്പനയാണ്, അത് കർത്താവിന്റെ മഹാനിയോഗമാണ്.
പറഞ്ഞില്ലെങ്കിലോ, നമ്മൾ പറയുന്നില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും വിശ്വസ്തരല്ല. ദൈവഹൃദയത്തിന് എന്ത് ദുഃഖമായിരിക്കും. അപ്പം അതുകൊണ്ട് ഈ വർഷം നിങ്ങൾക്ക് എത്ര പേരോട് സുവിശേഷം പറയാൻ കഴിഞ്ഞു? എത്ര പേർക്ക് ട്രാക്റ്റുകളിലൂടെയോ മറ്റങ്ങനെയുള്ള മുഖാന്തങ്ങളിലൂടെ ഈ സുവിശേഷ ശബ്ദം കേൾപ്പിക്കാൻ കഴിഞ്ഞു? ഇന്നിപ്പോൾ ഈ യൂട്യൂബിലൂടെ പോലും ഞാൻ ഈ സന്ദേശം അയക്കുന്നത് മറ്റുള്ളവർ എങ്ങനെയെങ്കിലും ഈ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട് നിത്യതയിൽ കാണണമെന്നുള്ള ഒറ്റ ആഗ്രഹത്തിലാണ്. എനിക്ക് ആക്ച്വലി ഈ യൂട്യൂബിന്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. സഹോദരന്മാർ വന്ന് ഇതൊക്കെ ചെയ്യാം. ഞാനിങ്ങനെ ഇപ്പം ദൈവത്തിന്റെ വചനം ഇങ്ങനെ പങ്കുവയ്ക്കുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ ഈ വചനം കേൾക്കുന്ന, എന്നിലൂടെ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ആരും നശിച്ചു പോകരുതേ. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയട്ടെ, നിങ്ങൾ രക്ഷിക്കപ്പെടണം. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ, അല്ല ദൈവവചനം വായിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ഈ കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കണം. സുവിശേഷം, ഈ നല്ല വിശേഷം, എല്ലാവരും പാപം ചെയ്ത് ദൈവദേശത്ത് ഇല്ലാത്തവരായി തീർന്ന്. റോമർ 3:21 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിത്യജീവൻ എന്നുള്ളത് ദൈവത്തിന്റെ കൃപാവരമാണ്. അതിന്റെ 6:23 പറയുന്നേ. റോമർ 6:23 ചിന്തിക്കണേ. ദൈവം നമുക്ക് തരാനായിട്ട് തയ്യാറാണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ സുവിശേഷത്തിൽ വിശ്വസിച്ചാൽ മതി. ഇത് വിശ്വസിക്കാതിരിക്കാനാണ് ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കുന്നതെന്ന് 2 കൊരിന്ത്യർ 4:4 നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ സത്യം വിശ്വസിക്കണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന പലരും എനിക്ക് വളരെ പ്രിയരാണ്. ഇനി അങ്ങനെയല്ല, എന്നാലും നിങ്ങൾ രക്ഷിക്കപ്പെടണം. നമുക്ക് ലോകപ്രകാരമുള്ള ഏതെങ്കിലും ഒരു ബന്ധമല്ലല്ലോ. ഈ ലോകത്തിലെ എല്ലാവരും ആദാമ്യ സന്തതികളാണ്. നമ്മൾ ദൈവത്തിന്റെ മക്കളായി മാറണം. അതിന് കഴിയുന്നത് ഈ സുവിശേഷത്തിന് മാത്രമാണ്. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് ദൈവമക്കളായി തീരുവാനായിട്ട് കഴിയും. അത് നമ്മൾ മനസ്സിലാക്കി ഈ രക്ഷകനെ നമ്മുടെ സ്വന്തമാക്കി തീർത്താൽ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാ. പാപത്തിന്റെ ഫലമായിട്ടുള്ള പാപത്തിന്റെ ശിക്ഷയാകുന്ന നിത്യാഗ്നിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിടുതൽ അത് നിങ്ങൾ പ്രാപിക്കണം. നിങ്ങൾ രക്ഷിക്കപ്പെട്ട് ഒരു ദൈവവൈദ്യരായി തീരണം. നിങ്ങൾ കർത്താവിന്റെ സ്വന്തമായി തീരണം. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇത് ഒരുപാട് നീണ്ട വിഷയം, ഞാനത് നാളത്തെ ക്ലാസ്സിൽ കുറെ പറയാം. പിന്നെ സമയം തരുന്നതുപോലെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ഏതായാലും രക്ഷിക്കപ്പെട്ട എൻ്റെ പ്രിയ വിശുദ്ധന്മാരോട്, സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളതും, നിങ്ങൾ അടങ്ങിയിരിക്കരുതേ, നിങ്ങൾ മൗനമായി ഇരിക്കരുതേ. നിങ്ങൾ കടക്കാരാണ്. എപ്പോഴും സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിക്കുവാൻ നിങ്ങൾ വളരെ ജാഗരൂകരായിരിക്കുക. ദൈവവചനം നിങ്ങളിലൂടെ പരക്കട്ടെ, എല്ലാവരിലേക്കും പരക്കട്ടെ. നിങ്ങളൊരു ഈ തലമുറയ്ക്കൊരു മാതൃകയായിരുന്നുകൊണ്ട് കർത്താവിന്റെ വചനം പരത്തൂ, ഈ സത്യസുവിശേഷം പരത്തൂ. നിങ്ങൾ ദൈവത്തിന് വിലയേറിയവരായി മാറും. നമ്മുടെ വേഗം വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ ഈ നിലയിൽ ഒരുങ്ങിയിരിക്കുവാൻ കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ദൈവനാമം മാത്രം എന്നേക്കും മഹത്വപ്പെടട്ടെ. ആമേൻ.